നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡിസംബർ മാസം കഴിഞ്ഞു, ജനുവരി മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. പലയിടത്തും മൈനസ് ഡിഗ്രിയിലേക്ക് അടക്കം കാലാവസ്ഥ താപനില മാറിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മൂന്നാറിലടക്കം കടുത്ത മഞ്ഞുവീഴ്ച സംഭവിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. എന്നിട്ട് പോലും കേരളത്തെ പലയിടത്തും അസ്വസ്ഥത ഉളവാക്കുന്ന രീതിയിലുള്ളൊരു കാലാവസ്ഥയാണ്. പകൽ സമയത്ത് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഈ ഘട്ടത്തിലാണ് വിദഗ്ധർ നാളെയും ഇന്നുമായി പുറത്തിറങ്ങുന്നവർക്കുള്ള കർശനമായൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പലയിടത്തും മഴ പെയ്യുന്നുള്ള മുന്നറിയിപ്പിനേക്കാൾ കൂടുതലായി താപനിലയിൽ വലിയൊരു വർധനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇതുകൂടാതെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകമായി നൽകുന്നുണ്ട്. ഇതൊക്കെ തന്നെ പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. പകൽ സമയത്ത് പരമാവധി നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനാണ് ജനങ്ങൾ വെയിലേൽക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെ പാലിച്ച് മുന്നോട്ട് പോകണം. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി തന്നെ കഴിക്കുക. ORS, ലൈനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യണം. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരുമൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കണം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയും ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം കൂടി ഉറപ്പാക്കുക. ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കുക. പരീക്ഷാകാലമായതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.